ഹായ് മക്കളെ, ജേസി സാറാണ്. മക്കളെ, എക്സാമിന് എല്ലാ ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് എന്നറിയാം. ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് സാർ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല സാർ, ഓരോ ചോദ്യത്തിനും നമ്മൾ എത്ര പോയിൻ്റാണ് പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾക്കകത്ത് എഴുതേണ്ടത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ മക്കൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 1, 2, 3, 4, 5, 6 മാർക്കിന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്ത് 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ എത്ര പോയിന്റ് എഴുതണം മക്കളെ? അത് 1 വേർഡ് ചോദ്യമാണ് അല്ലേ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ, 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ ചില കേസിലൊക്കെ ആണെങ്കിൽ 2 പോയിന്റ് വരും. അതല്ല എങ്കിൽ ചിലത് ചിലപ്പോൾ 4 പോയിന്റ് എഴുതേണ്ടതുണ്ടാവും. അപ്പോൾ ആ 4 പോയിന്റോ അല്ലെങ്കിൽ ആ 2 പോയിന്റോ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അത് ചോദ്യത്തിനനുസരിച്ചാണ് അത് മാറുക. അതേപോലെ തന്നെ ഒരു 3 മാർക്കിൻ്റെതാണെങ്കിൽ ചിലത് ഒരു 3 പോയിന്റ് എഴുതാനുണ്ടാവും, എന്നാൽ മറ്റു ചിലത് ചിലപ്പോൾ ഒരു 6 പോയിന്റ് എഴുതാനുണ്ടാവും. അപ്പോൾ നമ്മൾ 6 പോയിന്റും എഴുതണം. അങ്ങനെയാണ് 1, 2, 3 മാർക്കിൻ്റെതുള്ളത്. ഇനിയുള്ളത് 4 മാർക്കാണ്. 4 മാർക്കിലേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. 4 മാർക്കിലേക്ക് വരുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഇത് നമുക്കൊരു പേപ്പറാണല്ലോ. ഈ പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഒരു പുറം എന്ന് പറയുന്നത്. ഇതാണ് ഒരു പുറം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇതുപോലെ തന്നെ രണ്ടാമത്തെ പുറമാണ് കേട്ടോ. അപ്പം 4 മാർക്കിൻ്റെതൊക്കെ എഴുതുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു പുറം പേജിൻ്റെ നമ്മളെ ഒരു അരഭാഗം എഴുതിയാൽ മതി. അതായത് അരപ്പുറം ഇത്ര എഴുതിയാൽ മതി. ഇവിടുന്ന് മുതൽ ഇത്ര വരെ നിങ്ങൾ എഴുതിയാൽ മതി. ചില ആളുകളൊക്കെ എഴുതി വരുമ്പോൾ ഈ അരപ്പുറം എന്ന് പറയുന്നത് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ഒക്കെ കുറച്ച് താഴോട്ടൊക്കെ വരും, കുറച്ചൊക്കെ എന്ത് ചെയ്യും, താഴോട്ട് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ ആ ഗ്യാപ്പ്, ഓരോ ലൈൻ കഴിഞ്ഞ് ഗ്യാപ്പൊക്കെ വിട്ട് വരുമ്പോൾ ചിലപ്പോൾ താഴോട്ട് വരും. അങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് 4 മാർക്കിൻ്റെ എഴുതരുത്. കൂടുതലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ തന്നെ എഴുതരുത്. അതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക്. ഒരു 5 മാർക്കിൻ്റെ ഒക്കെ നമുക്ക് എത്ര എഴുതണം മക്കളെ? 5 മാർക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു പുറം എഴുതിയാൽ മതി. അതായത് ഈ ഒരു പേജിൻ്റെ ഒരു പുറം മാത്രം എഴുതിയാൽ മതി. ഏത്? 5 മാർക്കിൻ്റെത്. ഇനി ഞാൻ പറയാമല്ലോ, മാക്സിമം നിങ്ങൾ കണ്ടൻറ്റ്, ഇതൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതുന്ന സമയത്താണ് പറഞ്ഞത് കേട്ടോ. ഇനി ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ചിലപ്പം കുറച്ച് ഗ്യാസൊക്കെ അടിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും 5 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പുറത്തിൽ നിൽക്കില്ല, കുറച്ച് ഇങ്ങോട്ട് പോകും. അങ്ങനെ വന്നു എന്ന് വിചാരിച്ചു വലിയതില്ല. മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടത് കണ്ടൻറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക് നീറ്റായിട്ട് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് 6 മാർക്കാണ്. 6 മാർക്ക് എന്ന് പറഞ്ഞത് എസ് എ ആണ് അല്ലേ, എസ് എ ആണ്. ഒരു എസ് എ എത്ര വേണം? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സാർ എസ് എ ഞങ്ങൾ എത്ര എഴുതണം എന്ന് ചോദിക്കാറുണ്ട്. മക്കളെ, ഒരു എസ് എ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ശരിക്കും പറയുന്നത് ഒരു പുറം, അതായത് ഈ ഒരു പുറവും അതേപോലെ തന്നെ മറ്റൊരു പേജിൻ്റെ ഒരു അരപ്പുറം അല്ലെങ്കിൽ ഒരു കാൽഭാഗം, അതായത് ചെറിയൊരു ഇത്ര വേഗം ഒരു പുറം എഴുതുക. അതേപോലെ തന്നെ തൊട്ട ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അതും ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ കുറച്ചൊന്ന് കൂടി വരും. ഒരു പുറം എഴുതി, ഒരു പുറം കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഒരു അരപ്പുറത്തിലേക്കൊക്കെ വരും. വന്നു എന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 6 മാർക്കിൻ്റെ ഇത് എഴുതേണ്ടത്. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഇതുപോലെ തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് എക്സാമിനകത്ത് ടൈം കിട്ടുന്നില്ല, ഞങ്ങൾ വിചാരിച്ചതുപോലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഓരോ മാർക്കിൻ്റെയും ഓരോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് എന്ന് നോക്കിയിട്ട് ആ മാർക്കിന് എത്ര പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതണം, എത്ര വരെ ഞങ്ങൾ എഴുതണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് സോഷ്യൽ സയൻസിൽ നമ്മൾ ഈ നേരിടുന്ന സമയത്തിൻ്റെ പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരും ഓരോ ചോദ്യത്തിനും എത്രയാണ് മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ എല്ലാ എൻ്റെ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ മക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് അയക്കണം. അതേപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സോ ബൈ എവരിവൺ.